പ്രഖ്യാപനം മുതൽ നിരവധി വിവാദങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സിനിമയാണ് കങ്കണ റണാവത്ത് ചിത്രം എമർജൻസി. കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസം സിനിമ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്തു. സിനിമയ്ക്ക് ആദ്യ ദിനം മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് കങ്കണയുടെ എമർജൻസി വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞിട്ടുണ്ട്. സിനിമ നിരോധിക്കണമെന്നും കങ്കണ റണാവത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശിലെ വിവിധ സിഖ് സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. സിനിമയുടെ റിലീസിനെതിരെയാണ് ഹൈക്കോടതിയെ സംഘടനകൾ സമീപിച്ചിരുന്നത്. സിഖ് സമുദായത്തെ സിനിമയിൽ അധിക്ഷേപിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിവിധ സംഘടനകൾ രംഗത്തെത്തിയത്. 2024 ജൂണിൽ പുറത്തിറങ്ങാനിരുന്ന സിനിമയുടെ റിലീസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് മാറ്റിവെക്കുകയും പിന്നീട് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വരികയും ചെയ്തിരുന്നു. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച നിരവധി കട്ടുകളോടെയാണ് സിനിമ റിലീസിനെത്തിയത്. 13 ഭാഗങ്ങൾ മാറ്റിയാൽ എമർജൻസി സിനിമയുടെ റിലീസ് അനുവദിക്കാമെന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. എന്നാൽ സിനിമയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി സിനിമയുടെ ആത്മാവ് നഷ്ടപ്പെടുത്താൻ താൻ ഒരുക്കമല്ല എന്നായിരുന്നു കങ്കണയുടെ മറുപടി. സിനിമയുടെ എഡിറ്റ് ചെയ്യാത്ത പതിപ്പ് ഇറക്കുമെന്നും കങ്കണ പറഞ്ഞിരുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സംഭവിച്ച ഉലച്ചിലിനെ തുടർന്ന് സിനിമ ബംഗ്ലാദേശിൽ നിരോധിച്ചിരുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായത് ചൂണ്ടിക്കാട്ടിയാണ് സിനിമ നിരോധിച്ചത്. ഇതുകൂടാതെ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശിരോമണി അകാലിദളിന്റെ ഡൽഹി യൂണിറ്റ് CBFCക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതവും അടിയന്തരാവസ്ഥ കാലത്തെ കഥയും ഇന്ദിരയുടെ മരണവും എല്ലാം ചിത്രീകരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ വന്നതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പിന്നാലെയാണ് സെൻസർ ബോർഡ് പലപ്പോഴായി ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വൈകിപ്പിച്ചത്. സിനിമയിൽ മാറ്റങ്ങൾ വരുത്തിയതോടെയാണ് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. കങ്കണ തന്നെ സംവിധാനം ചെയ്ത് നിർമ്മിച്ച് അഭിനയിച്ച സിനിമയാണ് എമർജൻസി. കങ്കണ ഇന്ദിരാഗാന്ധിയായി വേഷമിട്ട ചിത്രത്തിൽ ഫീൽഡ് മാർഷൽ സാം മനേക്ഷായി മിലിന്ദ് സോമൻ, ജയപ്രകാശ് നാരായണനായി അനുപം ഖേർ, അടൽ ബിഹാരി വാജ്പേയിയായി ശ്രേയസ് തൽപാണ്ഡെ എന്നിവരാണ് വേഷമിട്ടത്. മലയാളി താരം വിശാഖ് നായരാണ് സഞ്ജയ് ഗാന്ധിയായി ചിത്രത്തിലെത്തിയത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 1975 മുതൽ 1977 വരെയുള്ള 21 മാസ കാലയളവിനെ അടിസ്ഥാനമാക്കിയാണ് എമർജൻസി കങ്കണ ഒരുക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉൾപ്പെടെയുള്ള ഇന്ദിരയുടെ ഭരണത്തിലെ അവസാനത്തെ ഏതാനും വർഷങ്ങളും സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം ഇറങ്ങിയ കങ്കണ ചിത്രങ്ങളിൽ ആദ്യ ദിനത്തെ മികച്ച കളക്ഷനാണ് എമർജൻസി നേടിയിരിക്കുന്നത്. 2.35 കോടി രൂപയാണ് സിനിമ ഓപ്പണിംഗ് ദിനത്തിൽ നേടിയിരിക്കുന്നത്. 2024 പുറത്തിറങ്ങിയ കങ്കണയുടെ തേജസ് ആദ്യ ദിനം 1.25 കോടി രൂപയായിരുന്നു നേടിയത്.